വേദിയിലിരിക്കുന്ന കോട്ടക്കൽ നഗരസഭ ചെയർപേഴ്സൺ, ഞങ്ങളുടെ ഗ്രാൻഡ് മാസ്റ്റർ ജോൺസൺ സാർ, പ്രോഗ്രാം ചെയർമാൻ, ഞങ്ങളുടെ ബഹുമാന്യരായ പ്രസിഡൻറ്റ്, മറ്റു ഇൻസ്ട്രക്ടർമാരെ, മുമ്പിലിരിക്കുന്ന നന്മ നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കൂട്ടുകാരെ, വിദ്യാർത്ഥിനികളെ, വലിയൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ ഒരു സമയം നമുക്ക് പെട്ടെന്ന് തന്നെ ഇനാഗുറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഇന്ന് ഇവിടെ ഈ ഒരു സമയം, ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. ഷോക്കർ ബെയ്റ്റ് 2024 ഷോട്ടോക്കാൻ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമിയുടെ 14ാം വാർഷികാഘോഷ പരിപാടിയിലാണ് നാം നിലകൊള്ളുന്നത്. ആ ഒരു ആഘോഷം വലിയൊരു ആഘോഷമാക്കി മാറ്റണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് നിങ്ങളെ മുമ്പിൽ ഇതുപോലൊരു പ്രോഗ്രാം വയ്ക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിട്ടുള്ളത്. തീർച്ചയായും ഈ ഒരു അക്കാദമിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണ്. വലിയൊരു പ്രസംഗം പറഞ്ഞ ഈ ഒരു സമയം കവർന്നെടുക്കുന്നില്ല. നമ്മുടെ ചെയർപേഴ്സണ് പെട്ടെന്ന് പോവേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു പരിപാടിക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ ഗ്രാൻഡ് മാസ്റ്റർ ജോൺസൺ സാറ് ഈ ഒരു പരിപാടിയിലേക്ക് വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രോഗ്രാം ചെയർമാൻ കൂടിയായിട്ടുള്ള ഉസ്മാൻ അടാട്ടിൽ സാഹിബ് അവർകളാണ്. ഉസ്മാൻ സാഹിബിനെ ഈ ഒരു വേദിയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ആയുർവേദ നഗരിയായ കോട്ടക്കലിൻ്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി ഈ കോട്ടക്കൽ നഗരസഭയുടെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ഡോക്ടർ അനീഷ മേഡമാണ്. മേഡത്തെ വളരെ സന്തോഷത്തോടെ ഈ അക്കാദമിക്ക് വേണ്ടി ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വേദിയിലിരിക്കുന്ന ഞങ്ങളുടെ അക്കാദമിയുടെ പ്രസിഡന്റ് ബീരാൻ സാഹിബ് അവർകളെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ അക്കാദമിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഷംസീർ അലി സാഹിബിനെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹി കൂടിയായ ഷാഹുൽ അമീദ് സാഹിബിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതുപോലെ ഞങ്ങളുടെ ഈ ഒരു പരിപാടിക്ക് ഏറ്റവും കൂടുതൽ മുന്നിട്ടിറങ്ങിയ ഞങ്ങളെ നന്മ നിറഞ്ഞ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളെയും അതുപോലെ വിദ്യാർത്ഥിനികളെയും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ഉസ്മാൻ സാഹിബിനെ വളരെ സന്തോഷത്തോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ പ്രോഗ്രാമിൻ്റെ മഹത്തായ ഉദ്ഘാടന കർമ്മമാണ് നടക്കാൻ പോകുന്നത്. ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് കോട്ടക്കൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ മേഡത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ ഉസ്മാൻ അടാട്ടിൽ, സുഹൈൽ, കബീർ, സത്താർ, അതുൽ, നസീർ, ജംഷീന, എൻ്റെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കോട്ടക്കലിൽ നിരവധി വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കോട്ടക്കൽ ഷോട്ടോക്കൺ കരാട്ട മാർഷൽ അക്കാദമിയുടെ ഒരു വലിയ വേദിയിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. നമുക്കറിയാം, ആയോധന കല ഇന്ന് ഏറ്റവും പ്രചാരത്തിലിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്
ഇത്രത്തോളം കുട്ടികളെ, ചിലപ്പോൾ ഇനിയും കുട്ടികൾ വരാനുണ്ടാവും, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 10 മണിയോളം പ്രോഗ്രാം ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയും നിരവധി കുട്ടികൾ വന്നു ചേരാനുണ്ടാകും. അപ്പോൾ ഇത്രയും കുട്ടികളെ നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു മാർഷൽ ആർട്ടിലേക്ക് ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതിൻ്റെ പ്രസക്തി ഇന്ന് വളരെ വലുതാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഇന്ന് മതേതരത്വ ഇന്ത്യയിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ, ശരിക്കും മതേതരത്വ ഭാരതത്തെ കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. അതിൽ മതം, ജാതി, രാഷ്ട്രീയമൊന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് കൂടാൻ ഏതൊക്കെ അവസരങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ഉപയോഗിക്കണം എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ അതിലെല്ലാവരും ഒന്നിച്ച് ഒരു പരിപാടി ഗംഭീരമാക്കാൻ വേണ്ടി ഈ വേദിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നമ്മൾ നൽകുന്ന കുറേ ആശയങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന കുറേ മെസ്സേജുകളുണ്ട്. ഒരു പരിപാടി എന്ത് കണ്ടക്ട് ചെയ്താലും, ആര് കണ്ടക്ട് ചെയ്താലും, അത് എന്ത് മെസ്സേജാണോ നമ്മുടെ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നത്, അത് തന്നെയാണ് ആ പരിപാടിയുടെ വിജയം എന്ന് പറയാം. നമുക്കറിയാം, ഇത്തരം പരിപാടികളിലൂടെ, കാരണം നമ്മളൊക്കെ ഓരോ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ, ഇന്ന് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടി ഒരു ആയോധന കല പരിശീലനം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് തന്നെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി 2024-25 വർഷത്തിൽ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ന് സ്ത്രീകളായാലും കുട്ടികളായാലും, അത് പുരുഷനായാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയാണെങ്കിലും സമൂഹത്തിൽ ഇന്ന് സുരക്ഷിതരല്ല എന്നുള്ള ഒരു സന്ദേശം നമുക്കൊക്കെ അറിയാം. കാരണം അത് വീട്ടിൻ്റെ അകത്തളങ്ങളിലാണെങ്കിലും പുറത്താണെങ്കിലും, അല്ലെങ്കിൽ ഒരു പൊതു വേദിയിലാണെങ്കിലൊക്കെ നമ്മുടെ അരക്ഷിതാവസ്ഥ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ അവസരങ്ങളിലും എല്ലാ കുട്ടികൾ സ്കൂളിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ തന്നെ കാരണം അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. നമ്മളുടെ സ്ത്രീകളുടെ ഇടയിൽ അവർക്കുള്ള ഒരു വിൽ പവർ, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ഡിഫെൻസ് പവർ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈവൻ നമ്മുടെ ഉമ്മമാരും പെങ്ങന്മാരും ഒക്കെ നമ്മുടെ കുട്ടികളെ ഇത്തരം പരിപാടിയിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആയോധന കല പരിശീലനത്തിന് അയക്കുന്നുണ്ടെങ്കിൽ, ഒരു ഭാഗം നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ലക്ഷ്യത്തിൽ തന്നെയാണ്. മറ്റൊന്ന്, നമുക്കറിയാം, നല്ലൊരു ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ് ജീവിക്കുകയുള്ളൂ. കാരണം എപ്പോഴും നമ്മൾ പറയും, ആരോഗ്യം, അതുപോലെ തന്നെ മാനസികം, ശാരീരികം, മാനസികം, അതേപോലെ ആത്മീയം, അല്ലേ? ഇത്രയും ഘടകങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. നല്ലൊരു ആരോഗ്യം ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമാണ് അതിൽ നല്ലൊരു മനസ്സുണ്ടാവുള്ളൂ. തളർന്നു വീണ ശരീരത്തിൽ ഒരിക്കലും നല്ല മനസ്സ് എത്ര നമ്മൾ പരിശ്രമിച്ചാലും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് ഒരു മനുഷ്യനെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പരിശീലിപ്പിക്കുക വഴി അവർക്ക് പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം ഷെയർ ചെയ്യാനും, അതിലപ്പുറം നമ്മളുടെ കൂടെയുള്ള ഒരു മനുഷ്യനെ, ആ ഒരു മാനുഷിക മൂല്യം കൈവടിയാതെ കാത്തു സൂക്ഷിക്കാനും നമുക്ക് കഴിയുള്ളൂ. അങ്ങനെ ഒട്ടനവധി റിസൾട്ടുകളാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു പരിശീലന പരിപാടികളിലൂടെ നടക്കുന്നത്. ഒരിക്കൽ കൂടി, കാരണം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട്. കുട്ടികളെ കൊണ്ടുവരാനും അവരെ പല പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യാനും. ഇന്ന് തന്നെ നമുക്കറിയാം, ഇവിടെ അരങ്ങേറുന്നത് വേൾഡ് ഗിന്നസിൽക്കുള്ള ചില പ്രകടനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിലുള്ള ചില ആളുകൾക്ക് നമുക്ക് വേൾഡ് റെക്കോർഡിലേക്ക് കടക്കാൻ പറ്റിയാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ തന്നെ ഒരു അഭിമാന മുഹൂർത്തമായിട്ട് മാറുന്ന അവസരത്തിലാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് വിജയകരമായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയട്ടെ, അടുത്ത ഗിന്നസ് റെക്കോർഡിലേക്ക് നമുക്ക് ഈ ഒരു പ്രകടനം വിലയിരുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇതിൻ്റെ മുൻകൈയിരിക്കുന്ന ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്ക്, അത് മാഷുമാരായിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റ് എല്ലാ സംഘടനാ അംഗങ്ങൾക്കും ഞാൻ എൻ്റെ അകമഴിഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഇതൊരു ഓർഗനൈസ് ചെയ്തിട്ട് ഇത്തരത്തിൽ ഒരുക്കൂടാൻ നമ്മൾ ചെയ്യുന്ന ഒരുപാട് എഫേർട്ടുകൾ ഉണ്ടാവും.
ഈ എഫേർട്ടുകളൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഈ ഹാളിൽ വരുമ്പോൾ ഇവർ ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ അവർ ഓടി നടന്നെടുത്തൊരു എഫേർട്ടുണ്ട്. ആ എഫേർട്ടിനെ 100% വിലയിരുത്തിക്കൊണ്ട് അവർക്കുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഇനിയുള്ള ഈ പ്രകടനങ്ങൾ ഇവിടെ കാഴ്ചവെക്കാനും അതുപോലെ തന്നെ ഗിന്നസ് റെക്കോർഡിലേക്ക് നമുക്ക് കടക്കാനുമുള്ള ഒരു അവസരം കൈവരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി. ഒരുപക്ഷെ നമ്മുടെ ഈ ഷോക്കർ ബേറ്റിന് കിട്ടിയിട്ടുള്ളൊരു നല്ലൊരു സമ്മാനം എന്ന് വേണമെങ്കിൽ പറയാം. അവർ പറഞ്ഞിട്ടുള്ള ഒരു ആയോധന കലാ പരിശീലനത്തിന് വെച്ചിട്ടുള്ള പ്രൊജക്റ്റ്. മാഡം, അതുമായി സഹകരിക്കാൻ ഞങ്ങളുടെ ഈ സ്ഥാപനം സർവാത്മന തയ്യാറാണെന്ന് ഈ സദസ്സിന് മുന്നിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ എളിയ പ്രോഗ്രാമിൽ വന്ന് ഔദ്യോഗികമായിട്ടും അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടുമൊക്കെ ഒരുപാട് തിരക്കുകളുള്ളൊരു വ്യക്തിത്വമായിട്ട് ഞങ്ങളുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ മഹത്തായ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കാണിച്ച വലിയ മനസ്സിനെ ഞങ്ങൾ വളരെയധികം വിലമതിക്കുന്നു. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹോപഹാരം നൽകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. അത് സ്വീകരിക്കണമെന്ന് ദയവായി അപേക്ഷിക്കുന്നു. ആ സ്നേഹോപഹാരം കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ബാപ്പുട്ടി മാഷിയുടെ അധ്യാപകൻ ഗുരുനാഥൻ ജോൺസൺ മാഷ് ക്ഷണിച്ചുകൊള്ളുന്നു. ഷോക്കർ ബൈറ്റ് 2024 അതിൻ്റെ പ്രൗഢമായ ഉദ്ഘാടന വേദിയിലേക്ക് വഴിമാറുകയാണ്. ഗിന്നസ് സത്താർ ആത്തൂർ, കേരള സ്റ്റേറ്റ് ഗിന്നസ് റെക്കോർഡ് അസോസിയേഷൻ പ്രസിഡന്റ് ഗിന്നസ് സത്താർ ആത്തൂരിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർ വിനർ ഷെരീഫ് 7 വേൾഡ് റെക്കോർഡ് നേടി ടാലൻറ്റ് വേൾഡ് റെക്കോർഡ് ഒഫീഷ്യൽ ജഡ്ജായി മാറിയ മലപ്പുറത്തിൻ്റെ പേര് വാനോളം ഉയർത്തിയ ഡോക്ടർ വിനർ ഷെരീഫ് മാസ്റ്ററെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഐശ്വര്യ മധു, ടാലൻറ്റ് ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഒഫീഷ്യൽ ജഡ്ജ് ഐശ്വര്യ മധുവിനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എസ് കെ കബീർ, ചെറിയവരോ വലിയവരോ അല്ല കാര്യം, സത്യം തുറന്നു പറയുന്ന വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് ഷോട്ടോക്കാൻ കരാട്ടയുടെ രക്ഷാധികാരി ശ്രീ കബീർ എസ് കെ പട്ടാമ്പിത്തനെ ഈ മഹത് വ്യക്തിത്വത്തെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നസീർ സർ, തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ബാപ്പുട്ടി മാഷിൻ്റെ അഥവാ നമ്മുടെ അസോസിയേഷൻ്റെ ഏത് ആവശ്യങ്ങൾക്കും കൂടെ നിന്നിട്ടുള്ള വ്യക്തിത്വം. അതാണ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഓഫീസർ നസീർ സർ. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ജോൺസൺ സർ, നന്നായി കളിക്കുന്നവരും ജയിക്കണം, അത് ആരുടെ വിദ്യാർത്ഥിയായാലും എന്ന മനസ്സോടെ ഈ ജീവിതം മുഴുവനും കരാട്ടെ അഭ്യാസത്തിന് മാറ്റിവെച്ച ഒരു വ്യക്തിത്വം. നമ്മുടെ അക്കാഡമിയുടെ നെടും തൂണായ മാസ്റ്റർ ബാപ്പുട്ടി സാറുടെ വന്ധ്യഗുരുവായ സെൻസസ് ജോൺസൺ സർ, ദ മോസ്റ്റ് ഡിവോട്ടഡ് പേഴ്സണാലിറ്റി എവർ ഫൗണ്ടിങ് ഇൻ മാർഷ്യൽ ആർട്സ്. ആ മഹത് വ്യക്തിത്വത്തെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ആയോധന കലയുടെ ആഘോഷരാവ് ഷോക്കർ ബേറ്റ് 2024 ഉദ്ഘാടന സെഷൻ ഇവിടെ പുനരാരംഭിക്കുകയാണ്. വളരെ വലിയൊരു വേൾഡ് റെക്കോർഡിൻ്റെ അനൗൺസ്മെൻറ്റ് കൂടി ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി അക്കാഡമി ഇൻസ്ട്രക്ടർ സെൻസായി സുഹൈൽ ഏട്ടിയെ ക്ഷണിച്ചുകൊള്ളുന്നു. സർ. എല്ലാവർക്കും നമസ്കാരം. വേദിയിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, അധ്യാപകരെ, സാമൂഹിക പ്രവർത്തകരെ, എൻ്റെ മുന്നിലിരിക്കുന്ന നന്മ നിറഞ്ഞ രക്ഷിതാക്കളെ, കൂട്ടുകാരെ, വിദ്യാർത്ഥിനികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ,
ആദ്യമായി എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഷോക്കർ ബെയ്റ്റ് 2024 ഷോട്ടോക്കാൻ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമിയുടെ 14ാം വാർഷിക ആഘോഷ പരിപാടിയിലാണ് നാം നിലകൊള്ളുന്നത്. വേൾഡ് ട്രഡീഷണൽ ഷോട്ടോക്കാൻ കരാട്ടെ ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന കേരള സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഇത്തവണയും ഓവറോൾ സ്വന്തമാക്കി അതിൻ്റെ ഒരു ആഘോഷം കൂടിയാണ്. കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തവർക്കുള്ള ആദരവും പങ്കെടുക്കാത്ത നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ഈ ഒരു വേദിയിൽ ആദരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വിശിഷ്ടാതിഥി ചീഫ് ഗസ്റ്റ് മലയാള സിനിമയിൽ ഒട്ടനവധി സ്വഭാവ കഥാപാത്രങ്ങൾക്ക്, വില്ലൻ വേഷങ്ങൾക്ക്, അഭിനയ മുഹൂർത്തങ്ങൾക്ക് അഭിമാനകരമായി നേതൃത്വം നൽകിയ മലയാള സിനിമാ താരം, തന്റെ ആരോഗ്യവും ആയോധന കലയും ഏറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയനായ നമ്മുടെ സിനിമാ താരം, മലബാറിന്റെ സ്വന്തം ജീവിതങ്ങളെ പച്ചയായി നമുക്ക് മുന്നിൽ അഭിമാനകരമായി നിറവേറ്റിയ ശ്രീ അബു സലീം നിറഞ്ഞ ഒരു കയ്യടിയോടുകൂടി കോട്ടക്കലിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ആയോധന കലയോട് എന്നും വ്യക്തിപരമായ ഒരു പ്രണയം കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെ സ്വന്തം അബു സലീം വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സ്വാഗത പ്രഭാഷണം തുടരുന്നു. ഇങ്ങനെയുള്ള നേട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ഒരുപാട് കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമാണ്. എങ്ങനെയാണ് ഈ ഒരു അക്കാദമി ഈ ഒരു രൂപത്തിലേക്ക് മാറിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2010 കോട്ടക്കൽ ഫേമസ് ബേക്കറിയുടെ മുകളിൽ 2 കുട്ടികളെ മാത്രം വെച്ച് കരാട്ടെ ക്ലാസ് ആരംഭിച്ചു. ഒരുപാട് ആളുകളുടെ അടുത്തേക്ക് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് പരസ്യം എത്തിയപ്പോൾ ആ ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയും അവിടെ കളിക്കാനുള്ള സൗകര്യം ഇല്ലാതായതിൻ്റെ കാരണത്താൽ അവിടെ നിന്ന് ആ ക്ലാസ് കോട്ടക്കലിലെ ബസ് സ്റ്റാൻഡിൻ്റെ തവക്കൽ കോംപ്ലക്സിൻ്റെ മുകളിലേക്ക് മഴയും വെയിലും കൊണ്ട് കളിക്കാൻ പറ്റുന്ന ഒരിടത്തേക്ക് മാറുകയും 2015 വർഷത്തിൻ്റെ അവസാന സമയം വലിയ സൗകര്യങ്ങളോടുകൂടി ഒരു സ്പേസ് ലഭിക്കുകയും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കരാട്ടെ ഫീസും കരാട്ടെ ഡ്രസ്സും മറ്റു ആനുകൂല്യങ്ങളുമെല്ലാം സൗജന്യമായി നൽകി 2016 കേരള സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ അവരെയെല്ലാം ചേർത്തുപിടിച്ച ഫസ്റ്റ് റണ്ണറപ്പ് നേടി കോട്ടക്കൽ ഷോട്ടോക്കാൻ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമി ആദ്യ കപ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. തുടർന്ന് 2017, 2019, 2022 എന്നീ വർഷങ്ങളിൽ ഞങ്ങൾ ഓവറോൾ ജേതാക്കളായപ്പോൾ 2023 ചാമ്പ്യൻഷിപ്പിൽ ആയുർവേദ നഗരിയായ കോട്ടക്കലിലേക്ക് വീണ്ടും ഓവറോൾ കിരീടം കൊണ്ടുവന്നു. അതിൻ്റെ ആഘോഷമാണ് ഇന്ന് ഇവിടെ നാം ആഘോഷിക്കുന്നത്. പത്തോളം സ്കൂളുകളിൽ 1500ഓളം വിദ്യാർത്ഥികൾ സ്കൂൾ തലത്തിലും കൂടാതെ കുറുക
ചേളാരി, മലപ്പുറം, എറണാകുളം, കോട്ടയം എന്നിവിടങ്ങളിൽ ഈ ഒരു അക്കാദമിയുടെ കീഴിൽ ബ്രാഞ്ചും ഇട്ടു. അതുപോലെ സ്കൂൾ ഗെയിംസിൽ കരാട്ടെ വന്ന സമയം അന്ന് മുതൽ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ സ്കൂൾ ഗെയിംസിൽ സബ് ജില്ലയും ജില്ലയും മാത്രം മത്സരിച്ച വർഷങ്ങളുണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് സ്കൂൾ ഗെയിംസ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 2023 മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ഫിദിൽ റാഷി എന്ന കുട്ടി വീണ്ടും ഈ ഒരു അക്കാദമിയെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നത് ഒരു പ്രത്യേകതയാണ്. ഈ അവസരത്തിൽ ഞാൻ ഫിദിൽ റാഷിനെ അഭിനന്ദിക്കുകയാണ്. ഈ നേട്ടങ്ങളുടെയൊക്കെ പിന്നിൽ ഞങ്ങൾക്കൊരു നായകനുണ്ട്, ഈ അക്കാദമിക്കൊരു നായകനുണ്ട്. തൻ്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കേണ്ട ഇടത്ത് ഈ അക്കാദമിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച നേതാവ്. കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഈ അക്കാദമിയെ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവ്. അപമാനിച്ചവരെ കൊണ്ട് അഭിമാനമെന്ന് പറയിപ്പിച്ച നേതാവ്. അഹങ്കാരം എന്ന് അടിച്ചമർത്തിയവർക്ക് മുമ്പിൽ അതിഗംഭീരമായി തല ഉയർത്തി നടന്ന നേതാവ്. കൈയോങ്ങി വന്നവരുടെ മുമ്പിൽ അവരെ കൊണ്ട് കൈയടിപ്പിച്ച നേതാവ്. ഞങ്ങൾക്കെല്ലാം അഭിമാനം കൊള്ളാവുന്ന നേതാവ്. വേൾഡ് റെക്കോർഡിൽ ഇന്ന് ഇവിടെ ഒരു ചരിത്രം സൃഷ്ടിച്ച നേതാവ്. അതാണ് ഞങ്ങളുടെ സ്വന്തം ചീഫ് ഇൻസ്ട്രക്ടർ ബാബുട്ടി സാറ്. ഈ ബാബുട്ടി സാറിൻ്റെ കയ്യൊപ്പ് ഈ ഒരു അക്കാദമിക്ക് ഉള്ളിടത്തോളം കാലം ഞങ്ങൾ തകരില്ല. ബാബുട്ടി സാറിന് ബാലപാഠങ്ങൾ പഠിപ്പിച്ച ആദ്യ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു. പക്ഷേ അവിടം വിട്ട് മാഷിൻ്റെ സമ്മതത്തോടെയും ആശീർവാദത്തോടെയും കോട്ടക്കൽ ഒരു സ്ഥാപനം തുടങ്ങി. എല്ലാ ദിവസവും ഞങ്ങളോട് പറയാറുണ്ട്, ആ മനുഷ്യനെ മറക്കാൻ പാടില്ല. എല്ലാ സമയത്തും ഞങ്ങളോട് പറയാറുണ്ട്, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നും ഞങ്ങൾ അത് ചെയ്തു വരുന്നു. പക്ഷേ ചരിത്രം മറ്റൊരു വിധത്തിൽ ഞങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ന്യൂസ് പേപ്പറിൽ ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നു എന്ന വാർത്ത കണ്ട് എൻ്റെ മാസ്റ്റർ, നിങ്ങളുടെ മാസ്റ്റർ ബാബുട്ടി മാഷ് 3 വിദ്യാർത്ഥികളെ മാത്രം ചാമ്പ്യൻഷിപ്പിൽ ഇറക്കാമെന്ന് പറഞ്ഞ് ആ ചാമ്പ്യൻഷിപ്പിൻ്റെ അകത്തളങ്ങളിലേക്ക് പോയപ്പോൾ അവിടെയുള്ള ആളുകൾ നമ്മുടെ മാസ്റ്ററെ തള്ളി പുറത്താക്കി. വേറെ ഒന്നിനുമല്ല, അതിന് റൂൾസുകളുണ്ടായിരുന്നു. പക്ഷേ തള്ളി പുറത്താക്കിയപ്പോൾ ഒരു മനുഷ്യൻ മാഷിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ തിരക്കി, വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം നൽകി. നെഞ്ചോട് ചേർത്ത് വെച്ച ഇന്നത്തെ ഗ്രാൻഡ് മാസ്റ്റർ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോൺസൺ മാസ്റ്റർ, ആ മാസ്റ്ററുടെ കീഴിലാ എൻ്റെ മാഷുള്ളത്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അതേപോലെ കുത്തുവാക്കുകളും ഞങ്ങളുടെ നേതാവിൻ്റെ നേരെ വന്നപ്പോഴും അതിനെയെല്ലാം നിറപുഞ്ചിരിയോടെ സ്വീകരിച്ച ഈ അക്കാദമിയുടെ നേതാവ്, ഇങ്ങനെയുടെ നേതാവിന് നേരെ നിങ്ങൾ ഇനിയും വരുന്നു എങ്കിൽ
എനിക്ക് ഒന്നേ പറയാനുള്ളൂ, യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരെ ഞങ്ങൾ. യോഗമില്ലെന്ന് കരുതി ഞങ്ങൾ മാറി നിൽക്കുന്നവരല്ല, മറിച്ച് നേടിയെടുക്കണം എന്ന് കരുതി മുന്നോട്ട് കുതിക്കുന്നവരാണ് ഈ ബാപ്പുട്ടി ടീം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കയറുകയാണ്. എന്നെ അർപ്പിതമായ കർത്തവ്യം ഈ ഒരു പരിപാടിക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. തൻ്റെ ജീവിതം കരാട്ടയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച് തൻ്റെ കീഴിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഇൻസ്ട്രക്ടർമാരെയും കോത്തിണക്കി അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും കരുതലും നൽകി എന്നും അഭിമാനത്തോടെ ഏതൊരാളുടെ മുന്നിലും ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ള ഞങ്ങളുടെ ഗ്രാൻഡ് മാസ്റ്റർ ജോൺസൺ മാസ്റ്ററെയാണ്. ആ ജോൺസൺ മാസ്റ്ററെ ഈ ഒരു പരിപാടിയിലേക്ക് വളരെ ആദരവോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഷോക്കർ ബെയ്റ്റ് 2024 പ്രോഗ്രാം തീരുമാനിച്ച അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങളോട് കൂടെ നിന്ന് പ്രവർത്തിച്ച ഷോക്കർ ബെയ്റ്റ് 2024 ചെയർമാൻ ഉസ്മാൻ അടാട്ടിൽ സാഹിബിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബാപ്പുട്ടി സാറിൻ്റെ അടുത്ത സുഹൃത്തും മലയാള സിനിമയിലും തെന്നിന്ത്യൻ സിനിമയിലും തനിക്ക് നൽകുന്ന ഓരോ റോളും തനതായ രൂപത്തിൽ അഭിനയിച്ച മലയാളിയുടെ ഹൃദയത്തിൽ ഇടം നേടിയ പോലീസ് ഹീറോ, മിസ്റ്റർ ഇന്ത്യൻ ബോഡി ബിൽഡർ, സിനി ആക്ടർ അബു സലീം മാസ്റ്ററെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്ന സാമൂഹിക പ്രവർത്തകനും ഷോട്ടോകാൻ കരാട്ടെ അക്കാദമിയോട് അടുത്ത ബന്ധം പുലർത്തുകയും അക്കാദമിയുടെ നേട്ടങ്ങൾ നിരന്തരം ബാപ്പുട്ടി മാഷോട് ചോദിച്ച് അറിയുകയും ഈ അക്കാദമിയിലെ ഓരോ വിദ്യാർത്ഥികളെയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ രക്ഷാധികാരി SK കബീർ പട്ടാമ്പി സാഹിബ് അവർകളാണ്. SK കബീർ സാഹിബ് പട്ടാമ്പി അവർകളെ വളരെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമ്മുടെ ഗിന്നസ് റെക്കോർഡ് ജഡ്ജസ് ചെയ്ത നമ്മുടെ ബാപ്പുട്ടി മാഷിൻ്റെ സുഹൃത്തും എല്ലാ സമയത്തും സുഖവിവരങ്ങളും മറ്റു എല്ലാം ചോദിച്ചറിഞ്ഞ് ഒരു ഫാമിലിയെ പോലെ കഴിയുന്ന നമ്മുടെ കേരള സ്റ്റേറ്റ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്റ്റേറ്റ് പ്രസിഡന്റ് സത്താർ അദോർ സാഹിബിനെയും ഈ ഒരു വേദിയിലേക്ക് വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഗസ്റ്റ് ഓഫ് ഹോണർ, ഏത് സമയം വിളിച്ചാലും ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളും നിയമപരമായ മാർഗനിർദ്ദേശങ്ങളും തന്ന് തൻ്റെ തിരക്കുകൾ മാറ്റിവെച്ച് ഇവിടെ വരികയും ബാപ്പുട്ടി സാറിനെയും അക്കാദമിയെയും അത്രമേൽ സ്നേഹിക്കുകയും ചെയ്യുന്ന സബ് ഇൻസ്പെക്ടർ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഓഫീസർ നസീർ സാറേയും ഈ ഒരു പരിപാടിയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങൾക്ക് വേൾഡ് റെക്കോർഡ് ടാലൻറ്റ് വേൾഡ് റെക്കോർഡ് ഷോയിൽ ഞങ്ങൾക്ക് ഒരിടം തന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രാക്ടീസും തന്ന് നമ്മുടെ വിദ്യാർത്ഥികളെ ആക്രോബാറ്റിക് ഡാൻസിൽ ഏറ്റവും നല്ല പഠനം നമുക്ക് തന്ന നമ്മുടെ ബാപ്പുട്ടി മാഷിൻ്റെ എല്ലാമായ
ഗിന്നസ് 6 റെക്കോർഡ് കരസ്ഥമാക്കിയ വിന്നർ ഷെരീഫ് മാസ്റ്ററെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസ അർപ്പിക്കുന്ന ജംഷീറ റാണി, അതുപോലെ ഷഫീഖ്, അതുപോലെ ഇന്നത്തെ ഗിന്നസ് റെക്കോർഡിൽ ജൂറിയായി വന്ന വിശിഷ്ട അതിഥികളെല്ലാം ഈ ഒരു വേദിയിലേക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിനികളെയും നന്മ നിറഞ്ഞ രക്ഷിതാക്കളെയും സഹോദരന്മാരെയും എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ചെയർമാൻ ഉസ്മാൻ അണ്ടാട്ടിൽ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ഒരു 2 വിശിഷ്ട അതിഥികൾ കൂടി സ്റ്റേജിലേക്ക് കയറി വരാനുണ്ട്. ബഹുമാനപ്പെട്ട മനോജ് മൈക്ക് സാറും അതുപോലെ തന്നെ കോയമോനും 2 പേരും സ്റ്റേജിലേക്ക് വേദിയിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. സർ പ്ലീസ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും മുഖ്യമായ ആകർഷണം സീനിയർ ആർട്ടിസ്റ്റ് അബു സലീം, നമ്മുടെ എല്ലാം കണ്ണിലുണ്ണിയായ ഒരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് നടത്തി റിപ്പോർട്ടിന് അനൗൺസ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ ബാപ്പുട്ടി മാഷിൻ്റെ സ്വന്തം ഗുരുനാഥൻ ജോൺസൺ മാസ്റ്റർ, അതുപോലെ തന്നെ വേൾഡ് റെക്കോർഡ് ഗിന്നസ് റെക്കോർഡ് ഒഫീഷ്യലുകളായ ഐശ്വര്യ മധു, ഗിന്നസ് സത്താർ, വിന്നർ ഷെരീഫ്, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, ഏറെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. കോട്ടക്കലിലെ ആയോധന കലാപരിശീലന രംഗത്ത് എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള കോട്ടക്കൽ ഷോട്ടോക്കൻ കരാട്ടെ ആൻഡ് മാർഷ്യൽ ആർട്സ് അക്കാദമി ബാപ്പുട്ടി ടീമിൻ്റെ അജയ്യമായ പ്രയാണത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടി ചാർത്തിക്കൊണ്ട് ഒരു തവണ കൂടി സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം ചൂടിയതിൻ്റെ സന്തോഷവേളകൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നത്തെ പൊതുസമൂഹം ഏറെ ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കരാട്ടെ അടക്കമുള്ള ആയോധന കലകൾ നമ്മുടെ ആരോഗ്യ രംഗത്ത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറെ സഹായകരമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവിടെയാണ് ഇത്തരം പ്രോഗ്രാമുകളുടെ, ഇത്തരം അക്കാദമികളുടെ പ്രസക്തി. ഞങ്ങൾ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 13 വർഷങ്ങളായി ആയിരക്കണക്കായ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ കരാട്ടെ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഗൾഫിലേക്ക് പോകാനും അതേപോലെ തന്നെ പോലീസ്, മിലിറ്ററി, സിനിമ മേഖലയിൽ കാലുറപ്പിക്കാനും ഒക്കെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ട പ്രത്യേക രീതിയിലുള്ള പരിശീലനങ്ങൾ ഞങ്ങൾ നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ തികച്ചും അർഹരായ വിദ്യാർത്ഥികൾക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂണിഫോം അടക്കമുള്ള സകല ചെലവുകളും സൗജന്യമായി വഹിച്ചുകൊണ്ട് ഞങ്ങൾ സൗജന്യമായി തന്നെ കരാട്ടെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നാളിതുവരെ ഈ കോട്ടക്കലും പ്രദേശങ്ങളിലുമുള്ള നല്ലവരായ മനുഷ്യരുടെ, നല്ലവരായ ആളുകളുടെ സഹായ സഹകരണങ്ങളൊന്നും കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയും ഏറെ മുന്നോട്ട് നടക്കാനുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് മുഖ്യപ്രഭാഷണമാണ്. മുഖ്യപ്രഭാഷണം നടത്തുന്നത് കോട്ടക്കൽ ഷോട്ടോക്കൻ കരാട്ടെ ആൻഡ് മാർഷ്യൽ ആർട്സ് അക്കാദമി രക്ഷാധികാരി കബീർ പട്ടാമ്പിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സർ. നമസ്കാരം. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ ഈ പ്രൗഢഗംഭീരമായ സദസ്സിൻ്റെ അധ്യക്ഷൻ, ഇതിൻ്റെ ചെയർമാൻ ബീരാൻ അവറുകളെ, സ്വാഗത പ്രഭാഷണം നടത്തിയ എൻ്റെ പ്രിയ സ്നേഹിതൻ
സുഹൈൽ മാഷ് അവർകളെ, നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥി ചലച്ചിത്രവേദിയിലെ ഇഷ്ടതാരം അബു സലീം സാർ അവർകളെ, പ്രിയപ്പെട്ട ഗുരു ജോൺസൺ മാസ്റ്റർ അവർകളെ, പ്രിയപ്പെട്ട നസീർ സാർ അവർകളെ, എൻ്റെ പ്രിയ സ്നേഹിതൻ ഗിന്നസ് റെക്കോർഡിന് ഉടമായി ബാപ്പുട്ടി മാസ്റ്റർ അവർകളെ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ വേദിയിലിരിക്കുന്നത് പോലെ തന്നെയാണ് ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ. ഈ സ്റ്റേജിൽ ഇരിക്കുന്നത് പോലെ തന്നെയാണ് സദസ്സിലും ഇരിക്കുന്ന മാനവ വ്യക്തിത്വങ്ങൾ. ഒരു മുഖ്യപ്രഭാഷണം എന്ന് പറയുമ്പോൾ വളരെ രസകരമായി ആവേശത്തോടൊരു പ്രസംഗം നടത്തണമെന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. ഇവിടെ അതിലേറെ ആഘോഷകരമായി ആവേശത്തോടെ ഒരു ഗിന്നസ് റെക്കോർഡ് ബാപ്പുട്ടി പറപ്പൂർ കരസ്ഥമാക്കി എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ മേലെ ഒരു പ്രസംഗം ഇവിടെ ഇനി ഒരു പരിപാടി നടക്കാൻ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഷോട്ടോക്കാൻ കരാട്ടയുടെ 14ാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇത് കേവലം നമ്മൾക്ക് ഇങ്ങനെ ഒരു ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കലും മനോഹരമായ ഒരു വേദി ഇവിടെ സംഘടിപ്പിക്കലുമൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് കാണുന്നൊരു കാഴ്ചയാണ്. പക്ഷേ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പിറകിൽ ഏതാണ്ട് 14 വർഷത്തെ അധ്വാനമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ച പോലെ 2 കുട്ടികളിൽ നിന്ന് തൻ്റെ അധ്യാപനം തുടങ്ങി ഇന്ന് 500-ഉം അതോടൊപ്പം തന്നെ മറ്റു സ്കൂളുകളിൽ 1000-ഉം 1500-ഉം കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ബാപ്പുട്ടിയുടെ ഒരു കഠിനാധ്വാനം ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ബാപ്പുട്ടിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്നേഹിതൻ എന്നുള്ള നിലക്ക് ഞാൻ പലപ്പോഴും അവനെ നോക്കിക്കാണുന്നത് ഇതുപോലുള്ള റെക്കോർഡുകൾ കരസ്ഥമാക്കുന്നതിലല്ല, മറിച്ച് എന്ത് നേട്ടങ്ങൾ വരുമ്പോഴും വിനയത്തോടെ പെരുമാറാനും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും അവൻ കാണിക്കുന്ന മനസ്സ്, അതിനെയാണ് ഞാൻ അവനെ പ്രശംസിക്കുന്നത്. മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനും തൻ്റെ അടുക്കലേക്ക് വിദ്യ കരസ്ഥമാക്കാൻ വരുന്ന കുട്ടികളോട് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കരുതലോടെയും പെരുമാറാനും കഴിയുക എന്നുള്ളതാണ് ബാപ്പുട്ടിയുടെ പ്രത്യേകതയായി ഞാൻ കാണുന്നത്. ഒരു ഗുരുനാഥൻ, ജോൺസൺ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഗുരുനാഥൻ്റെ കീഴിൽ കുരുത്തമുള്ള ഒരു ശിഷ്യനായി അവൻ വളർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് കരസ്ഥമാക്കിയ വേൾഡ് റെക്കോർഡ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാതാവിൻ്റെ അനുഗ്രഹവും ഗുരുനാഥൻ്റെ അനുഗ്രഹവും കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ ഉയർച്ച. അത് രണ്ടും കരസ്ഥമാക്കിയ ഒരാളാണ് ബാപ്പുട്ടി. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ അതൊരു മരത്തിൻ്റെ ചുവട് മാത്രമാണ്. അവിടേക്കൊരു അധ്യാപകൻ കടന്നു വന്നാൽ അതൊരു വിദ്യാലയം, മനോഹരമായൊരു വിദ്യാലയമായി മാറുമ്പോൾ ആ അധ്യാപകന്, ആ ഗുരുനാഥന്, നമ്മളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ആ ഗുരുനാഥനെ ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മൾക്ക് കഴിയണം. പുതുതലമുറ ഗുരുനാഥന്മാരെ അനുസരിക്കാനും മാതാപിതാക്കളെ അനുസരിക്കാനുള്ള കഴിവ്, അതിനുള്ള അറിവാണ് അവർ നേടേണ്ടത്. ബാപ്പുട്ടിനെ സംബന്ധിച്ചിടത്തോളം
ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ വളരെ വ്യക്തമായി അറിയുന്നത് ആളായതുകൊണ്ട് പലപ്പോഴും അവൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നോക്കിക്കണ്ടിട്ടുണ്ട്. തൻ്റെ ഒപ്പം കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ, പഠിപ്പിക്കുന്ന ആളുകളെ, തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനുള്ള ആ ഒരു മനസ്സ്, അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങളായിട്ട് അവൻ്റെ കൂടെ, ബാപ്പുട്ടി മാഷ്ട കൂടെ പല ആളുകൾ ഇന്നും നിന്നു പോകുന്നത്. ഞാൻ ചിലപ്പോൾ സുഹൈൽ, നമ്മുടെ സ്വാഗത പ്രസംഗം നടത്തിയ സുഹൈലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ബാപ്പുട്ടി ഒരുപാട് സംസാരിക്കും. ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം എത്രമാത്രമാണ് തൻ്റെ കൂടെ ഉള്ള ആളുകളെ അവൻ സ്നേഹിക്കുന്നത് എന്ന്. അതേപോലെ തന്നെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ അത്ര ആവേശത്തോടെ കൂടിയാണ് സുഹൈൽ സംസാരിച്ചത്. അവൻ്റെ ശിഷ്യന്മാർ ബാപ്പുട്ടി മാഷ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. ആ ഗിന്നസ് റെക്കോർഡ് കാണുമ്പോൾ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയൊരു ആവേശമായിരുന്നു, വലിയൊരു രോമാഞ്ചമായിരുന്നു. അതിലേറെ അവൻ്റെ വിദ്യാർത്ഥികൾ കാണിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത സ്നേഹവും കണ്ണ് നിറഞ്ഞു പോവും. ഒരിക്കൽ പുല്ലാങ്കുഴലും പന്തും രണ്ടിൻ്റെ ഉള്ളിലും കാറ്റാണ്. അപ്പോൾ പന്ത് പുല്ലാങ്കുഴലിനോട് പോയിരുന്നു. പുല്ലാങ്കുഴൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വായിക്കുന്ന മ്യൂസിക്കൊക്കെ വായിക്കുന്ന കുഴൽ. അപ്പോൾ പന്ത് പറഞ്ഞു, പുല്ലാങ്കുഴലിനോട് പറഞ്ഞു, നമ്മൾ 2 പേരുടെ ഉള്ളിലും കാറ്റാണ്, പക്ഷേ നമ്മുടെ 2 പേരുടെ ഉള്ളിലും കാറ്റാണ്, പക്ഷേ എന്നെ എല്ലാവരും തട്ടിക്കളിക്കുകയാണ്, നിന്നെല്ലാവരും ചുണ്ടോട് ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുല്ലാങ്കുഴൽ പറഞ്ഞു, ഞാൻ 2 പേരുടെ ഉള്ളിലും കാറ്റാണ്, ശരിയാണ്, പക്ഷേ എനിക്ക് കിട്ടുന്ന കാറ്റ് ഞാൻ മനോഹരമായ സംഗീതമായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ എല്ലാവരും ചുണ്ടിൽ വെക്കുന്നു. നിനക്ക് കിട്ടിയ കാറ്റ് നീ അവിടെ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നു, അതുകൊണ്ട് നിന്നെല്ലാവരും തട്ടിക്കളിക്കുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ ഉദാഹരണമാണ് ബാപ്പുട്ടിയുടെ കാര്യത്തിൽ. അവർക്ക് കിട്ടിയ അറിവ്, അവനക്ക് പകർന്നു നൽകുന്ന സ്നേഹം, അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് അവനെ എല്ലാവരും ചേർത്ത് പിടിക്കുന്നതും അവൻ്റെ അക്കാഡമി ഇങ്ങനെ വളരുന്നതുമെന്ന് ഞാൻ ഇവിടെ ഓർത്തു പോവുകയാണ്. ഞാൻ ബാപ്പുട്ടിയെ അവനെന്ന് പറയുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായതുകൊണ്ടാണ്, അങ്ങനെ പരിചയിച്ചത് കൊണ്ടാണ്, ബഹുമാനക്കുറവ് കൊണ്ടല്ല. ഞാൻ വിദ്യാർത്ഥികളോട് ക്ഷമ ചോദിക്കുകയാണ്, എൻ്റെ സുഹൃത്തായതുകൊണ്ട് പറയുന്നതാണ്. നമ്മൾ എന്തിനാണ് കരാട്ടെ പഠിക്കുന്നത്? കരാട്ടയെക്കുറിച്ച് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് നമ്മുടെ കുട്ടികളെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നമ്മൾ കുട്ടികളെ മാർക്കുൽപ്പാദിപ്പിക്കുന്ന യന്ത്രങ്ങളായിട്ട് മാറ്റിയല്ല വേണ്ടത്. കുട്ടികൾക്ക് കരാട്ടെ പഠിപ്പിക്കുമ്പോൾ ആ കരാട്ടെ പഠിക്കുന്നതോടൊപ്പം അവർക്ക് മറ്റുള്ള മയക്കുമരുന്നിലേക്കും കഞ്ചാവിലേക്കും മറ്റു ദുശീലങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു ചാൻസാണ് അവിടെ കട്ടാവുന്നത്. അതോടൊപ്പം നല്ല ക്ഷമയുണ്ടാവുന്നു. നമ്മൾ വെറുതെ ഒരാളെ ആക്രമിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നതല്ല അത്. എന്നാൽ നമ്മൾക്കെതിരെ വരുന്ന അക്രമങ്ങളെ തടുക്കാനും മറ്റൊരു പാവപ്പെട്ടവനെ ആക്രമിക്കുമ്പോൾ അതിനെ തടുക്കാനുള്ള കരങ്ങളായി ഈ വിദ്യാർത്ഥികളുടെ കരങ്ങൾ മാറണം. അപ്പോഴേ നമ്മൾ പഠിക്കുന്നതിന് അർത്ഥമുള്ളൂ. കരാട്ടെ പഠിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കരാട്ടെ പഠിക്കുന്നത്. ഇന്ന് കുട്ടികൾ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേറെ വലിയ വിപത്താണ് മൊബൈലും ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ മാരകമായ അപകടം വരുത്തി വെക്കുന്ന സാധനമാണ്. മൊബൈൽ നമുക്ക് ഒരുപാട് നല്ല അനുഗ്രഹങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം, എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം ഇട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരാൾക്ക് അസുഖമെന്ന് അതിനെ ചികിത്സിക്കണം, അതിന് പണം വേണമെന്ന് പറഞ്ഞാൽ 18-20 കോടി രൂപ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പിരിക്കുന്നുണ്ട്. അത് ഫോണിലൂടെയാണ്. അങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മൾ ഈ മൊബൈൽ ഫോണിലൂടെ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ സഹായങ്ങൾ നമ്മൾ അതിലൂടെ ചോദിച്ചു വാങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണിലൂടെ നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പലപ്പോഴും ഈ മൊബൈൽ ഫോണിലൂടെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന എത്രയോ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ. ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്ക് ഒരു വാർത്ത വായിക്കാൻ കഴിഞ്ഞു. ഒരു കുട്ടി ഒരു 10-18 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ഫേസ്ബുക്കിലൂടെ കണ്ടിട്ട് സ്നേഹിച്ചതാണ്. അങ്ങനെ ഇവളെ ഇറങ്ങിച്ചെന്നപ്പോൾ 4 കുട്ടികളുടെ അമ്മയാണ്. അവരെ വീട്ടിലെത്തിയപ്പോഴാണ് അവൻ അന്തം വിട്ടത്. കാരണം 4 കുട്ടികളുടെ അമ്മയാണ് ഈ വരുന്നത്. കാരണം ഫേസ്ബുക്കിൽ ഇത് കണ്ടപ്പോൾ സംഗതി മനസ്സിലായിട്ടില്ല.
ഇപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് അപകടങ്ങൾ ഇതിലൂടെ നമ്മൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അതുപോലെ തന്നെയാണ് നമ്മളെ വീട്ടിലേക്ക് ഒരു മൊബൈൽ ഫോൺ ഉപയോഗം. നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ ആ അതിഥിനെ ഒന്ന് സൽക്കരിക്കാനുള്ള മനസ്സ് പോലും നമുക്കില്ല. നമ്മളെപ്പോഴിപ്പോൾ നമ്മളൊരു വീട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വീട്ടിലും പല സ്ഥലത്തും കുട്ടികൾ നിരന്തരമായി ആ ബെഡ്ഷീറ്റിൽ അല്ലെങ്കിൽ ബെഡിലുണ്ടാവും മൊബൈൽ ഫോണും കളിച്ച് എല്ലാ കുട്ടികളുണ്ടാവും ബെഡിൽ മൊബൈലിൽ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളൊരു വിരുന്നുകാർ വന്നാൽ അവരോട് സംസാരിക്കാനുള്ള നേരം നമുക്കില്ല. നമ്മളെപ്പോഴും മൊബൈലിലോ വാട്സപ്പിലാണ്. ഒരു അതിഥി വന്നാൽ അവരെ സ്വീകരിക്കാനും സൽക്കരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കില്ലാതെ പോവുകയാണ്. ഇന്ന് ഏറ്റവും നേരിടുന്ന വലിയൊരു പ്രശ്നമാണത്. നമ്മുടെ അടുത്തുള്ള സുഹൃത്തിനോട് സംസാരിക്കാനുള്ള നേരം നമുക്കില്ല. പലപ്പോഴും നമ്മളതിന് സമയം കണ്ട് നമ്മൾ വാട്സപ്പ് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പം തമാശകൾ പറയുന്നു, എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് കേൾക്കാതെ ലാസ്റ്റ് നമ്മൾ ചോദിച്ചു എന്തേ പറഞ്ഞു. ആ ഒരു അവസ്ഥയിലേക്കാണ് മൊബൈൽ കൊണ്ടുപോയിരിക്കുന്നത്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പലപ്പോഴും നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരു സിനിമ കണ്ടാൽ, ഇപ്പോൾ ഒരു സിനിമ കണ്ടാൽ നമ്മൾ അതിൻ്റെ കഥ ഇങ്ങനെ പറയും. നമ്മൾ കഥ പറയുന്നത് മമ്മൂട്ടി ഇങ്ങനെ വന്നു, മമ്മൂട്ടി ഇങ്ങനെ വന്നപ്പോൾ നമ്മളെ അബു സലീം, നമ്മളങ്ങനെയുള്ള പറയാം. സിനിമ കഥ പറയുമ്പോൾ മമ്മൂട്ടി അബു സലീം എന്നൊക്കെയാണല്ലോ പറയാം. അബു സലീം ഇങ്ങനെ മസിലിങ്ങനെ വീർപ്പിച്ചു ഏറ്റവും അടിയാണ് മമ്മൂട്ടിനെ. ഇതൊക്കെ ഉണ്ട് കഥ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കഥ ഇങ്ങനെ കാണുന്ന മാതിരി ഉണ്ടാവും. അത് പിന്നെ കാണേണ്ട ആവശ്യമില്ല. ഇന്ന് നിങ്ങൾ നമ്മളെ കുട്ടികളോടൊന്ന് പറഞ്ഞു നോക്കുകയാണി, ഒരു കഥ പറയാൻ പറഞ്ഞു നോക്കുകയാണി, പറയാൻ കഴിയില്ല. അവർക്കൊരു 10 മിനിറ്റ് മര്യാദയ്ക്ക് കൂട്ടുകാരൊപ്പം ഇരുന്ന് സംസാരിക്കാൻ കഴിയില്ല. അത്രയും ദുരന്തങ്ങളാണ് ഈ മൊബൈൽ ഫോൺ കൊണ്ട് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് മൊബൈൽ ഫോണിൽ ഏറ്റവും വലിയൊരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് കിട്ടുന്ന വേദികളിലൊക്കെ പറയാമെന്നുള്ളത് കൊണ്ട് പറയാണ്, ഏറ്റവും കൂടുതൽ അപകടമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് വർഗീയതയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മുടെ രാജ്യം കാക്കേണ്ട കാവൽ ഭടന്മാരും നമ്മുടെ രാജ്യം സംരക്ഷിക്കേണ്ട യുവാക്കളും വിദ്യാർത്ഥികളുമൊക്കെ ഇന്ന് നമ്മുടെ വർഗീയതയ്ക്ക് നേതൃത്വം വഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കാണുകയാണ്. വലിയൊരു അപകടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ മൊബൈൽ ഫോണിലൂടെയാണ് ഇത് ഏറ്റവും കൂടുതൽ പരന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഗീയത നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഗീയത നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ തന്നെ വർഗീയത ഉണ്ട്. മഹാത്മാഗാന്ധി ഹിന്ദു മുസ്ലിമുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പാവം പോയിട്ട് നിരാഹാരം ഇരിക്കുമായിരുന്നു. ഭക്ഷണം കഴിക്കാതെ നിരാഹാരം ഇരിക്കും. എന്നിട്ട് എല്ലാവരും പോയി കണ്ട് സമാധാനിപ്പിച്ച് കൊണ്ടുവരും. അങ്ങനെയായിരുന്നു മഹാത്മാഗാന്ധി. ഈ മഹാത്മാഗാന്ധി ഒരിക്കൽ ബറാഖ് ഒബാമ, അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബറാഖ് ഒബാമയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണെന്ന് ചോദിച്ചു. ബറാഖ് ഒബാമ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ, ആ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ അധികാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ടപ്പോൾ, അധികാരത്തിന് വേണ്ടി തമ്മിൽ ചത്തപ്പോൾ, ജാതിയും മതവും പറഞ്ഞ് വർഗീയത പറഞ്ഞ് കളിച്ചപ്പോൾ, ഒരു ഒറ്റയ്ക്ക് പോയിരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു പാവം എല്ലും തോലുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയാണ് എനിക്ക് ഇഷ്ടമെന്ന് അവിടെ ഒബാമ പറയണേ. ആ മഹാത്മാഗാന്ധി ഇന്ന് നമ്മുടെ രാജ്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ആ മഹാത്മാഗാന്ധിയെ കാണുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പ്രസക്തമായ ഭാഗങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ കുറഞ്ഞ സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മുടെ കുട്ടികളോട് എനിക്ക് പ്രധാനപ്പെട്ട നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളെ ഗുരുനാഥനെ അനുസരിക്കാനും നിങ്ങളെ മാതാപിതാക്കളെ അനുസരിക്കാനും നമ്മൾക്ക് സാധ്യമാവണം. മാതാവും പിതാവും ഗുരുനാഥനെയും അനുസരിക്കുന്ന മക്കളായി മാറാൻ നമുക്ക് സാധ്യമാവണം. മാതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ചോര നമ്മൾക്ക് അമ്മിഞ്ഞപ്പാലായി തന്ന മാതാവിനെ നമ്മൾക്ക് പോറ്റാനും നമ്മൾ അവരെ സംരക്ഷിക്കാനും നമ്മൾക്ക് കഴിയണം. പലപ്പോഴും ഇന്ന് വൃദ്ധസദനങ്ങൾ കുന്നുകൂടുന്നത് നമ്മൾക്ക് വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി ആക്കുന്നത്. തമിഴിലൊരു മനോഹരമായ പാട്ടുണ്ട്, അമ്മയെ നിങ്ങൾ എന്നെ ഈ ഭൂമിയിൽ നട്ടു, എന്നിട്ട് എനിക്കില്ല ഈ ഭൂമിയെക്കുറിച്ച്, ഈ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതങ്ങളെക്കുറിച്ച് എനിക്ക് മനോഹരമായി പറഞ്ഞു തന്നു. അങ്ങനെ എല്ലാ വശങ്ങളെയും എനിക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് അമ്മേ, എനിക്ക് അടുത്ത ജന്മത്തിൽ എനിക്ക് എൻ്റെ അമ്മയെ തൊട്ടിയിലിട്ട് ആട്ടണം, ഞാൻ അമ്മയായി ജനിക്കണമെന്ന് പറഞ്ഞ്
ആ മനോഹരമായ പാട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മാതാപിതാക്കൾ, നമ്മളെ ഗുരുനാഥന്മാരെ അനുസരിക്കുന്നവരായി നമ്മൾക്ക് മാറാൻ സാധിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ഇതിന് വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് സമയപരിധി കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ജയ് ഹിന്ദ്. ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമാനദാന ചടങ്ങിലേക്ക് നീങ്ങുകയാണ്. അതിനു മുൻപ് നമ്മുടെ വിശിഷ്ടാതിഥി മലയാള സിനിമാ താരം ശ്രീ അബൂ സലീം 2 വാക്കുകൾ നമ്മോട് സംസാരിക്കും. അതിനുശേഷം ആദ്യമായി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള ട്രോഫി വിതരണം. അതിനുശേഷം നമ്മുടെ അക്കാദമിയിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും വിശിഷ്ട അതിഥികളുടെ കയ്യിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. സ്റ്റേജിൻ്റെ ഒരു സൈഡിലൂടെ വന്ന് മറ്റൊരു സൈഡിലൂടെ ട്രോഫി ഏറ്റുവാങ്ങി മടങ്ങിപ്പോകുവാൻ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ അബൂ സലീം സാർ നമ്മോട് 2 വാക്ക് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ട്രോഫി വിതരണത്തിലേക്ക് നീങ്ങുന്നതാണ്. സാർ, പ്ലീസ് വെൽക്കം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ജോൺസൺ മാസ്റ്റർ, മിസ്റ്റർ ഉസ്മാൻ, ബാപ്പുട്ടി, മിസ്റ്റർ മനോജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, മൈക്ക്, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മാർഷൽ ആർട്സ് എക്സ്പേർട്സ്, രക്ഷിതാക്കൾ, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ ചടങ്ങ് അല്ലെങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എന്നോട് ബാപ്പുട്ടിയും മൈക്കും കൂടി വന്നതാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടിയ കുട്ടികൾക്കൊരു മെഡൽ വിതരണ പരിപാടി നടത്തണമെന്ന്. എവിടെയും കാണാത്ത ഒരു ചടങ്ങാണ് എനിക്ക് തോന്നിയത്. കാരണം മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം അല്ലെങ്കിൽ മറ്റു ഡോജോകളിലെല്ലാം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലോ അല്ലെങ്കിൽ ജില്ലാ മത്സരങ്ങളിലോ പ്രൈസുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവരെ വീണ്ടും ഒരു അനുമോദിക്കുന്ന ചടങ്ങ് വേറെ വളരെ വിരളമായി നടക്കാറുള്ളൂ. ബാപ്പുട്ടിയുടെ ആ നല്ല മനസ്സിനെ ഞാൻ ഇപ്പോൾ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഈ ദിവസം തന്നെ 14ാം വാർഷികം കൊണ്ടാടുന്ന ദിവസത്തിൽ ഇത് ആഘോഷിക്കുവാനും അതോടൊപ്പം ഇന്നൊരു ഗിന്നസ് റെക്കോർഡ് പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായി. അത് വളരെ നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാനും ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കുവാനും കഴിഞ്ഞ പ്രിയപ്പെട്ട ബാപ്പുട്ടിയെ 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി. യാതൊരു സംശയവുമില്ല, നമ്മുടെ ദൃഢനിശ്ചയവും അതുപോലെ തന്നെ നിശ്ചയദാർഢ്യവും അതുപോലെ ഡെഡിക്കേഷൻ ഇതെല്ലാം ഒത്തുകൂടിയാൽ മാത്രമേ ഇങ്ങനെ ഒരു നിലയിലേക്ക് എത്തുവാൻ കഴിയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നാം ഇതൊക്കെ ആവണമെന്നുള്ളത് നമ്മൾ മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും, നിങ്ങളിപ്പോൾ 1000കണക്കിനുള്ള സ്റ്റുഡൻസ് ഇവിടെയുണ്ട്, അവർക്ക് എല്ലാവർക്കും തന്നെ അവരുദ്ദേശിച്ച തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും. അതിനുള്ള മനസ്സുണ്ടായിക്കൊണ്ട് അത് ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കളൊക്കെ തന്നെ ധാരാളം പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ അക്കാഡമിയിൽ ഷോട്ടോഖാൻ മാർഷൽ ആർട്സ് ഫിറ്റ്നസ് അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയുടെ ചീഫായിട്ടുള്ള ഇത്ര കർമ്മോത്സുകനായ ഒരു ഇൻസ്ട്രക്ടറെ കിട്ടിയതെന്ന് കൂടെ നിങ്ങളുടെ ഭാഗ്യമാണ്. ഈ ചടങ്ങിനും അതുപോലെ തന്നെ ഈ എന്താ പറയേണ്ടത്, ഇന്നത്തെ ഗിന്നസ് റെക്കോർഡ് കിട്ടിയതും അതുപോലെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ ഓരോരുത്തർക്കും പ്രത്യേകം ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്. ഒരു കാര്യം കൂടിയും പറയാനുള്ളത്, മാർഷൽ ആർട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫിറ്റ്നസ്സിന് വേണ്ടിയുള്ള വ്യായാമങ്ങൾ, ഈ മാർഷൽ ആർട്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിറ്റ്നസ്സിന് വേണ്ടിയുള്ള വ്യായാമം അതിലൂടെ വരുന്നതാണ്. കൂടാതെ എന്ത് തന്നെ ആയാലും ശരി, നമ്മുടെ യൗവനം നിലനിർത്തുവാനും നമ്മുടെ ആരോഗ്യ പരിപാലനത്തിനുമായി വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത് ഈ മാർഷൽ ആർട്സിലൂടെ വരുന്നത് വളരെ നന്നായി.
പിന്നെ ഈ ശരീരം വെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ പേര് എന്താ പറയേണ്ടത്, അതിൻ്റെ ഹുങ്ക് കാണിക്കാതെ അത് സമൂഹത്തിന് ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, അവരെ സഹായിക്കുവാനും അവരെ പരിരക്ഷിക്കുവാനുമുള്ള സന്മനസ്സോടുകൂടിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കൂടി നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ ആരോഗ്യവും അതുപോലെ ഈ മാർഷൽ ആർട്സിൻ്റെ ഉപയോഗവുമെല്ലാം അതിനുവേണ്ടി ഉപകരിക്കട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഇതിൽ സംബന്ധിക്കുവാൻ കഴിഞ്ഞതിൽ എൻ്റെ നന്ദി പ്രത്യേകിച്ച് ബാബുട്ടിയും കൂട്ടരോടും അറിയിക്കുന്നു. ഈ ജോൺസൺ മാസ്റ്ററൊക്കെ വളരെ കാലം മുൻപേ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് പിന്നെ ബാപ്പുട്ടിയൊക്കെ ഇങ്ങനെ നേടിയെടുത്തത്. അതുപോലെ ഇനി ബാപ്പുട്ടിയുടെ സ്റ്റുഡൻസ് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും ഉന്നതിയിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഓഫീസർ നസീർ സാറെ ക്ഷണിച്ചുകൊള്ളുന്നു. സർ പ്ലീസ്. വേദിയിരിക്കുന്ന യോഗാധ്യക്ഷൻ, അതേപോലെ നമ്മുടെ പ്രോഗ്രാമിലെ ഉദ്ഘാടകനും മുഖ്യാതിഥിയുമായ കേരള പോലീസിലെ താരമായ അബു സലീം സാർ, കരാട്ടയുടെ എക്കാലത്തെയും മികച്ച നാമമായ ജോൺസൺ സാർ, പ്രിയ സുഹൃത്ത് കബീർ ഭായ്, മറ്റു എൻ്റെ പ്രിയ സുഹൃത്ത്, നിങ്ങളുടെ എല്ലാവരെയും പ്രിയങ്കര സുഹൃത്തായ ബാപ്പുട്ടി, മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. നല്ലൊരു സുദിനമാണ് ഇന്ന്. പ്രത്യേകിച്ച് നമ്മുടെ ബാപ്പുട്ടി വേൾഡ് റെക്കോർഡ് വാങ്ങിയിട്ടുണ്ട്. അതിന് കോട്ടക്കൽ പോലീസിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മികച്ച പരിശീലനം നൽകുകയും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വാങ്ങുകയും ചെയ്തു എന്നറിഞ്ഞതിൽ പ്രത്യേകം സന്തോഷം രേഖപ്പെടുത്തുന്നു. കുട്ടികളായ നിങ്ങളെല്ലാവരും നിയമം അനുസരിക്കുന്ന ഒരു പുതിയ തലമുറയാവട്ടെ എന്നും നിങ്ങളുടെ ഈ ആയോധന കല ലഹരിക്കെതിരെയും മറ്റു മാഫിയകൾക്കെതിരെയും പ്രയോഗിക്കണമെന്നും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളോടും ഗുരുനാഥന്മാരോടും നല്ല രീതിയിൽ വർത്തിക്കുകയും നല്ലൊരു സമൂഹമായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എളിയ പ്രസംഗം അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് പ്രോഗ്രാമിന് ആശംസ അറിയിക്കുന്നതിന് ജംഷീന റാണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയായ സിനി ആർട്ടിസ്റ്റ് ശ്രീ അബു സലീം, അതുപോലെ കേരള ചീഫ് ഇൻസ്ട്രക്ടർ ജോൺസൺ മാഷ്, നമ്മുടെ കോട്ടക്കൽ കരാട്ടെ ഷോട്ടോക്കൻ കരാട്ടെ ടീമിൻ്റെ പ്രിയങ്കരനായ, അതുപോലെ കോട്ടക്കൽ ചീഫ് ഇൻസ്ട്രക്ടർ കൂടിയായ ബാപ്പുട്ടി സാർ, പ്രിയ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, ഞാനൊരു കരാട്ടെ സ്റ്റുഡൻസിൻ്റെ പാരൻ്റാണ്. ഞാനിവിടെ കരാട്ടെ പാരൻസിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മക്കൾ വെറും ഒരു ഗെയിമല്ല ഈ പഠിക്കാൻ നമ്മൾ ചേർത്തിരിക്കുന്നത്. കരാട്ടെ എന്നാൽ ഒരു വളരെ വിലയേറിയ ഒരു ആയോധന കലയാണ്. ഇൻ്റർനാഷണൽ ലെവൽ വരെ എത്തിപ്പെടാൻ കഴിയുന്ന വളരെ മൂല്യമേറിയ ഒരു ആയോധന കല. ഇതിനെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഇതിൽ ഈ ഒരു കരാട്ടയിൽ കൊണ്ടുവന്ന് ചേർത്തപ്പോൾ ചില രക്ഷിതാക്കളുടെ താല്പര്യം കൊണ്ടായിരിക്കും മക്കളെ ഇതിൽ ചേർത്തിട്ടുണ്ടാവുക. എന്നാൽ ചില ആളുകൾ കുട്ടികളുടെ താല്പര്യത്തിനായിരിക്കും ഇത് ചേർത്തിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കുട്ടികളുടെ താല്പര്യത്തിന് ചേർത്തിട്ടുണ്ടെങ്കിൽ അവരെ നന്നായി സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ താല്പര്യത്തിനാണെങ്കിൽ കുട്ടികളോട് അതിൻ്റെ മൂല്യങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഫിസിക്കലി എത്രമാത്രം ബെനിഫിറ്റ്സ് ഉണ്ടോ അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ മെൻ്റലി കുട്ടികൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതാണ്. ഞാൻ
അനുഭവിച്ചറിഞ്ഞതാണ് എൻ്റെ മകളുടെ കാര്യം. അവൾക്ക് ആദ്യമൊക്കെ സ്കൂളിൽ പഠിക്കാനൊക്കെ അത്ര അങ്ങോട്ട് മനസ്സിൽ കയറില്ലായിരുന്നു. ഇപ്പോൾ അവൾ പറയുന്നുണ്ട്, ഈ കരാട്ടയിൽ ചേർന്നതിന് ശേഷം എനിക്ക് കുറച്ചും കൂടെ പഠിക്കാനൊക്കെ എളുപ്പമാവുന്നുണ്ട്, ഒന്നും കൂടി വേഗം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന്. അതുപോലെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് കരാട്ടെ പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സെൽഫ് ഡിഫെൻസ് ഒരു പെൺകുട്ടിക്ക് അത്യാവശ്യമാണ്. പലതരത്തിലുള്ള പീഡനങ്ങൾ നമ്മൾ കേൾക്കുന്നു. സ്ത്രീ പീഡനം, ഭർതൃപീഡനം, ഗാർഹിക പീഡനം എന്നൊക്കെ. ഞാൻ കരാട്ടെ പഠിച്ച ആളാണ്. എന്നോട് കളിച്ചാൽ വിവരമറിയും. ഇതല്ല, അങ്ങനെയല്ല വേണ്ടത്. നേരെ മറിച്ച് ആരെങ്കിലും തല്ലാൻ വന്നാലോ അല്ലെങ്കിൽ മുഖത്തടിച്ചാലോ ആദ്യം ഒന്ന് ക്ഷമിക്കുക. രണ്ടാമത്തെ പ്രാവശ്യം തല്ല് കിട്ടുകയാണെങ്കിൽ ഒന്ന് പറയുക. അവസാനം തിരിച്ചടിക്കുക. ഇനി ഒന്നുമില്ലെങ്കിൽ തിരിച്ചടിക്കാനും കഴിയുന്നില്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് തടുക്കുകയെങ്കിലും ചെയ്യാൻ പറ്റും. ഒരുപാട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഷോക്കർബേ 24 എന്ന ഈ മഹാ പ്രോഗ്രാം ഒരുപാട് വിജയങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ. ഈ ഷോക്കർബേ 24 എന്ന ഈ മഹത്തായ ഈ പ്രോഗ്രാം പരിപൂർണ വിജയത്തിലെത്താൻ കഴിയട്ടെ. അതുപോലെ കോട്ടക്കൽ ഷോട്ടോക്കാൻ ബാപ്പുട്ടി ടീമിന് ഇനിയും ഒരുപാട് വിജയങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ഒരു ആശംസ പ്രസംഗമാണ്. സെമ്പായി ഷഫീഖിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സർ പ്ലീസ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ ഉസ്മാൻ അടാട്ടിൽ, സെലിബ്രിറ്റി ഗസ്റ്റ് അബു സലീം സാർ, വേദിയിലിരിക്കുന്ന അധ്യാപകരെ, വിശിഷ്ട വ്യക്തികളെ, സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കോട്ടക്കൽ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിലും സെൽഫ് ഡിഫെൻസിനും പുറമെ മറ്റുള്ള പല മേഖലകളിലേക്കും എത്തിക്കാനുള്ളൊരു വഴി നമ്മുടെ ബാപ്പുട്ടി മാഷ അടുത്തുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിദേശത്ത് ഒരു കരാട്ടെ ട്രെയിനറായി ജോലി ചെയ്യാനും സിനിമ പോലെയുള്ള പല മേഖലകളിലേക്കും നമ്മുടെ അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്ക് എത്താൻ സാധിക്കും. പല വിദ്യാർത്ഥികളും ഈ ഒരു മേഖലയിൽ മാഷ് ജോലി ഏൽപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ നമുക്ക് അഭിമാനിക്കുന്നൊരു നിമിഷം കൂടിയും ഈ ഒരു വേദിയിൽ നമുക്ക് കാണാൻ സാധിച്ചു. വേൾഡ് ടാലൻറ്റ് റെക്കോർഡ് ബുക്കിൽ നമ്മുടെ ബാപ്പുട്ടി മാഷിനൊരു സ്ഥാനം ലഭിച്ചു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാഷിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഷോക്കർബൈ 2024 എന്ന ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് വൻ വിജയം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷോക്കർബേറ്റ് 2024 ഉദ്ഘാടന സെഷന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി സെൻസായി ഷംസീർ അലിയെ ക്ഷണിക്കുന്നു. നമസ്കാരം. സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദീർഘപ്രസംഗം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് ഒരു കാര്യം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് അവസരങ്ങൾ ഏത് സമയം കിട്ടുമ്പോഴും നമ്മളത് ഉപയോഗപ്പെടുത്തണം. കാരണം അവസരങ്ങൾ എന്ന് പറയുന്നത് ഒഴുകുന്ന പുഴയിൽ നിന്ന് പിടിക്കുന്ന മീൻ പോലെയാണ്. അത് എപ്പോഴും നമുക്ക് വലിയത് കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷേ സ്ഥിരമായി നമ്മളതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വലുത് കിട്ടും. അതുപോലെ തന്നെയാണ് ചാമ്പ്യൻഷിപ്പുകളായാലും ഡെമോ പ്രോഗ്രാമുകളായാലും നമ്മൾ നിരന്തരം ഓരോ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്കതിൽ നിന്ന് ഒരു പക്ഷേ സിനിമയിലേക്ക് കയറാനോ അല്ലെങ്കിൽ വേൾഡ് അറിയപ്പെടുന്ന ഒരു ചാമ്പ്യനായി മാറാനോ ഉള്ള അവസരങ്ങൾ നമുക്ക് അതിലൂടെ ലഭിക്കുന്നു. അവസരങ്ങൾ നിഷേധിച്ച് കളയുന്നതിലൂടെ നമ്മൾ ഒരു പക്ഷേ നാളെ എത്തിപ്പെടേണ്ട വലിയൊരു സ്ഥാനം നമുക്ക് അതുവഴി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ
എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഗുരുക്കന്മാർക്കാണ് ആദ്യം നന്ദി പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മുടെ വേൾഡ് ട്രഡീഷണൽ ഷോട്ടോക്കാൻ കരാട്ടെ ഫെഡറേഷൻ്റെ കേരള ചീഫായിട്ടുള്ള ജോൺസൺ സെൻസായിയോട് എൻ്റെ വ്യക്തിപരമായ പേരിലും അക്കാദമിയുടെ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ബാപ്പുട്ടി മാഷ്, അദ്ദേഹത്തോട് എൻ്റെ പേരിലും അക്കാദമിയുടെ പേരിലും മാത്രമല്ല, കാരണം അദ്ദേഹം നമ്മുടെ കോട്ടക്കലിൻ്റെ പേര് വേൾഡ് റെക്കോർഡ് നേടുന്നതിലൂടെ ലോകം മുഴുവൻ കുറിച്ചു വച്ച ഒരു പേരായി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് നമ്മൾ കോട്ടക്കലിലുള്ള അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള ഓരോരുത്തരുടെയും അഭിമാനമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അഡ്രസ്സ് ഉണ്ടാക്കി തന്നതിന് ബാപ്പുട്ടി മാഷിനോട് അകമഴിഞ്ഞ നന്ദി ഞാനിതിലൂടെ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റായി വന്നിട്ടുള്ള അബൂ സലീം സാർ, മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ അക്കാദമിയുടെ രക്ഷാധികാരി കബീർ പട്ടാമ്പി അവർകൾ, അതുപോലെ തന്നെ അധ്യക്ഷൻ ഉസ്മാൻ സാഹിബ്, ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പോയിട്ടുള്ള നമ്മുടെ കോട്ടക്കൽ നഗരസഭയുടെ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ, അതുപോലെ ഇവിടെ ആശംസകൾ അറിയിച്ചിട്ടുള്ള ജംഷീന റാണി, ഷഫീഖ്, അതുപോലെ തന്നെ നസീർ സാർ. നസീർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെയധികം നമ്മുടെ മാഷിനോടും നമ്മുടെ അക്കാദമിയോടും അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരാളാണ്. നമുക്ക് ഒരുപാട് ലീഗലായിട്ടുള്ള അഡ്വൈസുകൾ തരുന്ന ആളാണ്. നമുക്ക് പല കാര്യങ്ങളിലും ഇറങ്ങിത്തിരിയുമ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾക്ക് ബോധപ്പെടുത്തി നമ്മളെ നല്ല രീതിയിൽ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന നസീർ സാറിന് ഒരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ആയിട്ട് അഹോരാത്രം വർക്ക് ചെയ്തിട്ടുള്ള പാരൻസ്, സ്റ്റാഫ്സ്, സ്റ്റുഡൻസ്, അതുപോലെ ഇനി ഇവിടെ നടക്കാൻ ഒരുപാട് കായിക പരിപാടികളുണ്ട്. അതിനുവേണ്ടി ഒരുപാട് സ്റ്റുഡൻസ് ഒരുപാട് എഫേർട്ട് എടുത്ത് കുറേ ദിവസമായി കഠിനമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്കും ഞാൻ എൻ്റെ പേരിലും അക്കാദമിയുടെ പേരിലുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ഈ സ്റ്റുഡൻസിനെ ഇത്രയധികം സമയം ചെലവഴിച്ച് പ്രാക്ടീസ് ചെയ്യാൻ അവർ എത്തിപ്പെടുന്നത് പാരൻസിൻ്റെ ശക്തമായ ബാക്കപ്പ് ഉള്ളത് കൊണ്ടാണ്. പലപ്പോഴും ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ പാരൻസ് ക്ലാസ്സിൽ വന്ന് കുട്ടികളുടെ പ്രാക്ടീസ് കഴിയുന്നത് വരെ ക്ലാസ്സിൽ വന്നിരിക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത പാരൻസിനും അതുപോലെ നമ്മുടെ ബാപ്പുട്ടി മാഷിൻ്റെ വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെയുള്ള പ്രോഗ്രാം ഇനി നടക്കാനുള്ള കായിക പരിപാടികൾ എല്ലാം ഗംഭീര വിജയമായി തീരാൻ വേണ്ടി ഞങ്ങളോട് സഹകരിച്ച് ഈ പ്രോഗ്രാമിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നാട്ടുകാർക്കും ഒരൊറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.